ഒരു ദാരുണമായ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. രാമങ്കരി വേഴപ്ര സ്വദേശി മതിമോൾ എന്ന വിദ്യയാണ് മരിച്ചത്. ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, രാവിലെ തന്നെ വരുന്നത് ഏറെ ദാരുണമായൊരു വാർത്തയാണ്. കുട്ടനാട്ടിലാണ് സംഭവം. ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലാണോ? ഭവ്യ, രാത്രി 10:30 ഈ സംഭവം നടക്കുന്നത്. കുട്ടനാട് രാമങ്കരി വേഴാപ്പുഴ ചിറയിൽ മതിമോൾ എന്ന് വിളിക്കുന്ന വിദ്യയാണ് കൊല്ലപ്പെട്ടത്. രാത്രി 10:30 ഇവര് പുറത്ത് പോയതിനു ശേഷം വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചെന്നുള്ളതാണ്. വിനോദിന് ദീർഘകാലമായി ഈ വിദ്യയെ സംശയമുണ്ട്. അത്തരത്തിലുള്ള സംശയരോഗിയാണ് എന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പോലീസും അത്തരത്തിലാണ് പറയുന്നത്. രാത്രി പലപ്പോഴും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള സംശയത്തിന്റെ പുറത്ത് ഇവർക്കിടയിൽ തർക്കങ്ങളും ഒപ്പം തന്നെ വഴക്കും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. അത്തരത്തിലാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ തർക്കമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അതൊരു വലിയ പ്രകോപനത്തിലേക്ക് പോവുകയും വീടിന്റെ മുൻഭാഗത്ത് വെച്ച് ഇവരെ കുത്തി വീഴ്ത്തുകയുമായിരുന്നു. 42 വയസ്സാണ് ഈ മരിച്ച വിദ്യയ്ക്ക് ഉള്ളത്. 2 കുട്ടികളാണ്, 2 മക്കളാണ് ഉള്ളത്. രാമങ്കരി ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തുന്നവരാണ് ഈ ദമ്പതികൾ. ഇന്നലെ രാത്രിയോടുകൂടി രാമങ്കരി പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.